ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ സഞ്ജന. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കടലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അതിനായിട്ട് കടലയ്ക്ക തലേന്ന് തന്നെ കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിലേക്ക് തേങ്ങ വറുത്തെടുക്കണം. തേങ്ങയൊക്കെ ബ്രൗൺ നിറമാകുമ്പോഴത്തേക്കും നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് ഒരു 1/4 ടീസ്പൂൺ മതിയായിരിക്കും മഞ്ഞൾപ്പൊടി, വീട്ടിൽ തന്നെ പൊടിച്ച 1/4 ടീസ്പൂണോളം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗരം മസാല, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് സിമ്മിൽ ഒന്ന് വറുത്തെടുക്കണം. പൊടി കരിഞ്ഞു പോകാതെ നോക്കണം. നമുക്ക് ഇതെല്ലാം വറുത്ത് ഒന്ന് മാറ്റി വെക്കണം. നമുക്ക് നേരത്തെ തന്നെ കുതിർത്ത് വെച്ചിരിക്കുന്ന കടലയ്ക്ക ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് പ്രഷർ കുക്ക് ചെയ്യാൻ വെക്കാം. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത്, ഒരു 2 മീഡിയം സൈസ് സവാള അരിഞ്ഞത്, കുറച്ച് ഉപ്പ്, 2 പച്ചമുളക്, കിഴങ്ങ് ഈ സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർക്കുക, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക. കുറച്ച് തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് നമുക്ക് 7-8 വിസിലോളം വരുന്നിടം വരെ ഒന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്ക് നേരത്തെ വറുത്ത പൊടിയും വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും കൂടെ ചേർത്ത് ഒന്ന് അരച്ച് മാറ്റി വെക്കാം. ഇനി വേറൊരു പാൻ ചൂടാകുമ്പോഴത്തേക്കും കടുക് പൊട്ടിക്കാം. 2 വറ്റൽമുളക് കീറിയിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടി വെള്ളം ചേർത്ത് ഒന്ന് ഇളക്കാം. ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം പാകത്തിന്. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന കടലയ്ക്ക ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ കടലയ്ക്കൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്യണേ. താങ്ക്